അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നബവിയ എന്ന പ്രസിദ്ധമായ ഹദീത്ത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഇന്ന് 14-ാമത്തെ ഹദീത്താണ് നമുക്ക് വായിക്കാനുള്ളത്. ഹദീത്ത് ഇപ്രകാരമാണ്: അൻ ഇബ്നി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ദമു ഇംരിഇൻ മുസ്ലിമിൻ യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ഇല്ലാ ബിയഹ്ദാ തലാഥ അസ്സയ്യിബു സാനി വന്നഫ്സു ബിന്നഫ്സി വത്താരിഖു ലിദീനിഹി അൽമുഫാരിഖു ലിൽജമാഅ. റവാഹുൽ ബുഖാരിയു വ മുസ്ലിം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ മഅറൂഫായ അറിയപ്പെട്ട ഹദീത്താണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീത്ത് സമാഹാരത്തിൽ, ഹദീത്ത് ഗ്രന്ഥത്തിൽ 14-ാമത്തെ ഹദീത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹദീത്തിൻ്റെ അർത്ഥം: ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ രക്തം ചിന്തൽ അഥവാ അവനെ വധിക്കൽ 3 കാര്യങ്ങളിലൊന്നിലല്ലാതെ അനുവദനീയമല്ല. അഥവാ മുസ്ലിമായ ഒരു മനുഷ്യനെ, വിശ്വാസം സ്വീകരിച്ച ഒരാളെ, അയാളെ വധിക്കണമെങ്കിൽ അയാളിൽ നിന്ന് 3 കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. ഏതാണ് ആ 3 കാര്യങ്ങൾ? 1, അസ്സയ്യിബു സാനി, വിവാഹിതനായ വ്യഭിചാരി. 2, വന്നഫ്സു ബിന്നഫ്സ്, ഒരാളെ കൊന്നു അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം? വധിക്കപ്പെടാം. മുസ്ലിമാണെങ്കിലും ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലണം. 3-ാമത്തത് വത്താരിഖു ലിദീനിഹി അൽമുഫാരിഖു ലിൽജമാഅ, ഇസ്ലാം വെടിഞ്ഞ്, സ്വന്തം ധർമ്മം വെടിഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പുറത്തുപോയവൻ, മതപരിത്യാഗി, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന വ്യക്തി. ഈ 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മുസ്ലിമിനെ വധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഹദീത്ത്. ഹദീത്ത് ഉദ്ധരിച്ചത് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അൽ ഹുദലി വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അബു അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞത്തിലാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ആ ഉമ്മയുടെ പേരിലേക്ക് ചേർത്തി ഉമ്മു അബ്ദ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമ്മു അബ്ദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പലപ്പോഴും വിളിച്ചത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിലെ തുടക്കക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പരിചയപ്പെടുത്താറുള്ള ആദ്യ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽ ഒന്നായി മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ എണ്ണാറുണ്ട്. ഖുറൈശികളുടെ ആടുകളെ മേച്ച് നടക്കുന്ന ജോലിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. അദ്ദേഹം ബാലനായിരിക്കുമ്പോൾ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നു എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വലിയ പ്രത്യേകതയാണ് അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ വെച്ച് പരസ്യമായി ഉറക്കെ ഖുർആൻ പാരായണം ഓതിയ ആദ്യത്തെ സ്വഹാബിയാണ്. ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്ത ആദ്യത്തെ സ്വഹാബിയാണ്. അദ്ദേഹത്തെ നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വല്ലാത്ത അടുപ്പമുള്ള, സ്നേഹബന്ധമുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബിയുടെ നിഴലായി നടന്ന ഒരു സ്വഹാബി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് ധരിപ്പിക്കുക, വസ്ത്രങ്ങൾ സൂക്ഷിക്കുക, മിസ്വാക്ക് നൽകുക തുടങ്ങിയ വ്യക്തിപരമായ കുറേ സേവനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്തിരുന്നു.
നബിയുടെ വീട്ടിൽ എപ്പോഴും അനുവാദമില്ലാതെ പോലും പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്? അബ്ദുല്ലാഹിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും വിശ്വാസികൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഖുർആനുമായി കൊണ്ടുള്ള ബന്ധമാണ്. ഖുർആൻ പാരായണത്തിൽ അദ്ദേഹം അങ്ങേയറ്റം അവഗാഹമുള്ള വ്യക്തിയായിരുന്നു. വളരെ മനോഹരമായി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്, പലതവണ പുകഴ്ത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഖുർആൻ ഇറക്കപ്പെട്ട രൂപത്തിൽ തന്നെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണം കേൾക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ അർത്ഥം, അതൊക്കെ പഠിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 32 അദ്ദേഹം മരണപ്പെടുന്നത്. മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. മദീനയിലെ ബഖീ ഖർഖദ് എന്ന ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടന്നിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബദർ, അതേപോലെ തന്നെ ഉഹുദ്, ഖന്തക്ക് തുടങ്ങിയ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ശേഷം കൂഫയിൽ ജനങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിയോഗിച്ചത് ഏറെ പ്രസിദ്ധമാണ്. വളരെ ചെറിയ ശരീരപ്രകൃതി എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു, വലിയ തടിയൊന്നുള്ള വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാല് വളരെ വണ്ണം കുറഞ്ഞ കാലുകളായിരുന്നു. ചില ആളുകൾ ആ വണ്ണം കുറഞ്ഞ കാലിനെ പരിഹസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉഹുദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലുകളെന്ന് പ്രവാചക തിരുമേനി പരിഹസിച്ച ആളുകളോട് പറഞ്ഞത് സ്വഹീഹായ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രമുഖനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഹദീസിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ, ഈ ഹദീസ് യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ജീവൻ്റെ വിലയാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു മുസ്ലിമിനെ വധിക്കാൻ പാടില്ല, ആരെയും വധിക്കാൻ പാടില്ല, അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല. പക്ഷേ മുസ്ലിമിൻ്റെ ജീവന് വലിയ പ്രാധാന്യമുണ്ട്, മുസ്ലിമിൻ്റെ ജീവന് വലിയ പ്രത്യേകതകളുണ്ട്. അന്യായമായി ആരുടെയും രക്തം ചിന്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണ്. എന്നാൽ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും ധാർമ്മികത നിലനിർത്തുന്നതിനുമായി ചില ശിക്ഷാ നടപടികൾ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് മുന്നോട്ട്. ഏത് മതം എടുത്തു നോക്കൂ നിങ്ങൾ, ഏത് ഇസങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ, ഏത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ, അവിടെയൊക്കെ ശിക്ഷാ നടപടികളുണ്ട്. അതെന്തിനാ? സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ഒരു മുസ്ലിമായ മനുഷ്യനെ 3 കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ കൊല്ലാൻ പാടില്ല. എന്നാൽ അയാളിൽ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യാം, അയാളെ കൊല്ലാം. കാരണം അത് പ്രശ്നമാണ്. ആ 3 കാര്യങ്ങൾ ഗൗരവമുള്ള തെറ്റുകളാണ്. അതിലൊന്നെന്താ? അസയ്യിബുസാനി എന്ന് പറഞ്ഞാൽ വിവാഹിതനായ വ്യഭിചാരി. അപ്പോൾ ഇസ്ലാം ഒരാളെ കൊല്ലാൻ അനുവാദം നൽകുന്നു. എപ്പോൾ? വിവാഹിതനായ അയാൾ വ്യഭിചരിച്ചാൽ അയാളെ വധിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷ. എന്തുകൊണ്ടാണ്? നമുക്കത് വിശദീകരിക്കാം. നിയമപരമായ വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം അനുവദിക്കപ്പെട്ട ഒരാൾ പിന്നീട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക അന്തരീക്ഷം, അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെ ധാർമ്മിക അന്തരീക്ഷം തകർക്കുകയാണ്. അത് തകരാൻ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവാഹിതനായ മനുഷ്യൻ അയാൾ വ്യഭിചരിക്കുകയാണ് എങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ പോലെയുള്ള വിവാഹേതര ബന്ധങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്, അല്ലേ? ഒരു 2 പേർക്ക് പരസ്പരം ഇഷ്ടമുണ്ട് എങ്കിൽ അവർക്ക് എന്തുമാകാം എന്ന കാഴ്ചപ്പാട് ലോകത്ത് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇത്തരം ആശയങ്ങളൊക്കെ നടപ്പിലാക്കിയ പല രാജ്യങ്ങളും, പല പ്രദേശങ്ങളും, പല നാടുകളും അത്തരം ആശയങ്ങളിൽ നിന്ന് തിരിച്ചു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ ദുരന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പല നാടുകളും ആ സംവിധാനങ്ങൾ, അത്തരം അധാർമികമായ വഴികൾ ഉപേക്ഷിച്ച് നേരിൻ്റെ വഴിയിലേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം എന്ത് ചെയ്യുന്നത്?
ലിവിങ് ടുഗദർ പോലെയുള്ള വിവാഹേതര ബന്ധങ്ങൾക്ക് പിന്നെ പച്ചക്കാർഡ് കാണിക്കുന്നത്, അതിന് അനുകൂലമായ രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നത്. എന്നാൽ ഇസ്ലാം ഇതിനെ കണിശമായി എതിർക്കുന്ന മതമാണ്. ഇസ്ലാം അവിടെ വളരെ കൃത്യമായ നിയമം പഠിപ്പിക്കുകയാണ്. വിവാഹിതനായ ഒരാൾ അയാൾ വ്യഭിചരിക്കുകയാണ് എങ്കിൽ അയാളെ വധിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതെവിടെയാണ്? ഇസ്ലാമിക രാജ്യത്താണ്. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് വിവാഹിതനായ ഒരാൾ വ്യഭിചരിച്ചാൽ അയാളെ കൊല്ലാൻ ഇസ്ലാമിന് പാടില്ല. കാരണം ഇസ്ലാമിക രാജ്യമല്ല. ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ ആ തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് കുറ്റമാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുക? അയാളെ വധശിക്ഷക്ക് വിധേയനാക്കാം. എന്തിനാണ് ഇസ്ലാം ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? ഒന്ന്, കുടുംബശൈഥില്യം തടയാൻ. ഇസ്ലാമിൽ കുടുംബത്തിന് വലിയ അടിത്തറയുണ്ട്, കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിവാഹിതനായ ഒരാൾ വ്യഭിചാരം നടത്തുക എന്നുള്ളത് കേവലം ഒരു തെറ്റു മാത്രമല്ല, മറിച്ചൊരു കുടുംബത്തെ ആകെ തകർക്കുന്ന പ്രക്രിയയാണ്. ഒരു കുടുംബത്തെയാണ് അതിലൂടെ തകരുന്നത്, ഒരു കുടുംബമാണ് തകരുന്നത്. അതുകൊണ്ടത് ഗൗരവമുള്ള വിഷയമാണ്. കുട്ടികളുടെ ഭാവി അത് ഇല്ലാതാക്കുന്നുണ്ട്, സാമൂഹിക സുരക്ഷിതത്വം തകർക്കുന്നുണ്ട്. അപ്പോൾ കുടുംബശൈഥില്യം, കുടുംബത്തിൽ കുടുംബം തകരാൻ പാടില്ല. ഈ നിയമം കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം അതാണ്. 2, രോഗവ്യാപനം. എന്താണ് ഈ രോഗവ്യാപനം? എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ വ്യാപിക്കുന്നതിൽ നിന്ന് ഇത്തരം ബന്ധങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. എയ്ഡ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇയാളെ കൊല്ലാൻ പറഞ്ഞത് എന്നല്ല പറയുന്നത്, മറിച്ച് വിവാഹേതര ബന്ധങ്ങളിലൂടെ മാരകമായ രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യനെ പിടികൂടുന്നുണ്ട്, മനുഷ്യനെ ബാധിക്കുന്നുണ്ട്, പലരെയും ബാധിക്കുന്നുണ്ട്. ലോകത്തുള്ള എയ്ഡ്സ് രോഗികളുടെയൊക്കെ കണക്കുകളെടുത്താൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ആ മേഖലയിലുണ്ട്. അതേപോലെ തന്നെ വംശശുദ്ധി നിലനിൽക്കണമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ആവശ്യമാണ്. കുടുംബ പരമ്പരയുടെ വ്യക്തതയില്ലാതെയാകും ഇത്തരം ബന്ധങ്ങളുണ്ടായാൽ, അവിഹിത ബന്ധങ്ങളുണ്ടായാൽ. ഇപ്പോൾ സ്വത്തവകാശം അത് രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരാൾ ഇത്തരം ഒരു അവിഹിതമായ ബന്ധത്തിലൂടെ കുട്ടിയുണ്ടായാൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും, വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ശുദ്ധി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം. അതിന് കോട്ടം വരുത്തുന്നുണ്ട് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ മേഖലയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ളത് ഇസ്ലാം ക്രൂരതയുടെ മതമാണ്. കാരണം എന്താ? കല്ലെറിഞ്ഞു കൊല്ലാനാ പറയും. വ്യഭിചാരിയായ വിവാഹിതനായൊരു മനുഷ്യൻ വ്യഭിചരിച്ചാൽ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് ക്രൂരതയാണ്. റജ്മ് നടത്തുക എന്നുള്ളത് ക്രൂരതയാണ് എന്നാണ് പൊതുവെ ഇസ്ലാമിനെതിരെ ആളുകൾ വിമർശിക്കാറുള്ളത്. അല്ലെ, കല്ലെറിഞ്ഞു കൊല്ലുക അത് ക്രൂരതയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, കല്ലെറിഞ്ഞു കൊല്ലൽ എന്തിനാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? മിസൈലുകൾ, ബോംബുകൾ, അല്ലേ? എങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നത്? എത്രമാത്രം ക്രൂരതയാണത്? പാവപ്പെട്ട കുട്ടികൾ, അതേപോലെ തന്നെ സ്ത്രീകൾ, വൃദ്ധരായ ആളുകൾ, ഇവരെയൊക്കെ ഇത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതിൻ്റെ അപ്പുറം അതിനേക്കാൾ മാരകമായ കരിച്ചു കളയാണ്. മിസൈലുകൾ ഇട്ടൊരു നാടിനെ നശിപ്പിക്കുക, വലിയ വലിയ കെട്ടിടങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യർ, ഇവരൊക്കെ തകർക്കുക. ഇതൊന്നും ക്രൂരതയല്ല. ഇസ്ലാം ഒരു നിയമം മുന്നോട്ട് വെച്ചു, ആ നിയമം ക്രൂരതയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിൽ നടക്കുന്ന പലതും ക്രൂരതയാണ് എന്നത്, അതൊരു മോശമാണ് എന്ന് പറയാൻ പോലും പല ആളുകൾക്കും പറ്റുന്നില്ല. ഞാനിതിനെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. ഇസ്ലാം എന്തുകൊണ്ടാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത് എന്നതിന് കൃത്യമായൊരു നിലപാടുണ്ട്. കാരണം അത് ഗൗരവമുള്ള കുറ്റമാണ്, ഗൗരവമായ പാപം. ഇത് മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. ഇത് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ആവർത്തിക്കാൻ പാടില്ല. ഒരാളത് ചെയ്താൽ അയാൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കുന്നത് കണ്ടാൽ പിന്നെ ഒരു മനുഷ്യനെ ചെയ്യാൻ തോന്നൂല. പിന്നെ എന്തുകൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലണം? പണ്ഡിതന്മാർ അതിൽ പറഞ്ഞത് സാധാരണ ഒരു തെറ്റ് പോലെയല്ല, സാധാരണ ഒരു പാപം പോലെയല്ല. ഈ വ്യഭിചാരമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ ആസ്വാദനം അനുഭവിക്കുന്നു, അതിൻ്റെ എല്ലാ അവയവങ്ങളും പങ്കുചേരുന്ന ഒരു കുറ്റകൃത്യമാണ് ഏത്? വ്യഭിചാരം എന്നുള്ളത്. അതുകൊണ്ടാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞത് എന്ന് വിശദീകരിച്ച ചില പണ്ഡിതന്മാരുടെ അല്ലാഹു ആലം. അപ്പം ഞാൻ പറയുന്നത്, ഇസ്ലാം ഈ നിയമം മുന്നോട്ട് വെച്ചത് എന്തിനാണ്? ഇസ്ലാം ഈ നിയമം മുന്നോട്ട് വെച്ചത് ശിക്ഷകൾ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പാടാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗികതയിൽ ഇടപെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് ഇത് സ്ത്രീകൾക്കെതിരെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
അങ്ങനെ വ്യത്യസ്തമായ ആരോപണങ്ങൾ ഇസ്ലാമിനെതിരെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്താറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. ഇസ്ലാമിലെ ശിക്ഷകൾ അത് വെറും ശിക്ഷകളല്ല, മറിച്ച് മറ്റുള്ളവർക്കൊരു താക്കീതാണ്. ഞാനത് പറഞ്ഞു, മറ്റുള്ള ആളുകൾക്കൊരു താക്കീതാണ്. ഇത്രയും കഠിനമായ ശിക്ഷയുണ്ട് എന്നറിയുന്നത് ഒരാളെ ആ തെറ്റിൽ നിന്ന് എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും. എന്താ സംശയം? അതിലെന്താ സംശയം? അതുകൊണ്ട് തന്നെ അതുവഴി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തകരാതെ സംരക്ഷിക്കപ്പെടും. കുറച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിലൂടെ ഒരു വലിയ സമൂഹത്തിന് എന്ത് ചെയ്യും? സമാധാനം ലഭിക്കും. ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ റഹ്മത്താണ്. ഇസ്ലാമിലെ ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ റഹ്മത്ത്, അതൊരു വലിയ മേഖലയാണ്, നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ കുറ്റം പിന്നെ അസയ്യിബുസാനി എന്ന് പറഞ്ഞാൽ അവിടെ വിവാഹിതനായ വ്യഭിചാരി, എന്താണ് ആ വിഷയത്തിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ശിക്ഷ നടപ്പിലാക്കേണ്ടത്? ഇസ്ലാമിലെ നിയമപ്രകാരം ഒരാളെ വ്യഭിചാരത്തിന് ശിക്ഷിക്കണമെങ്കിൽ 4 ദൃക്സാക്ഷികൾ എന്ത് ചെയ്യണം? അതിനുണ്ടാകണം. അയാൾ വ്യഭിചരിക്കുന്നത്, വിവാഹിതനായ ഒരാൾ വ്യഭിചരിക്കുന്നത് 4 ദൃക്സാക്ഷികൾ എന്ത് ചെയ്യണം? ആ കുറ്റത്തിന് വേണം. അവർ നേരിട്ട് കണ്ടിരിക്കണം. പ്രായോഗികമായി ഇത് അസാധ്യമാണ്. കാരണം എന്താ? ഒരാൾ വ്യഭിചരിക്കുന്നത് സ്വകാര്യമായിട്ടാണ്, ആളുകൾ കാണുകയല്ല. ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് അയാൾ ധിക്കാരപൂർവ്വം ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് അയാൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ ശിക്ഷിക്കണം. അയാൾ ക്രൂരനാണ്, സംശയം ഉണ്ടായിരിക്കെങ്കിലും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ 4 പേർ, ദൃക്സാക്ഷികളായി 4 പേരുണ്ടാകണം. സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ, സ്വകാര്യമായിട്ട് ഒരാളുടെ തെറ്റ് ചെയ്തു, അത് അന്വേഷിച്ച് കണ്ടെത്താൻ എന്തില്ല? ഇസ്ലാമിൽ തെളിവൊന്നുമില്ല. കണ്ടാൽ 4 പേർ കണ്ടാലാണ് എന്ത് ചെയ്യണത്? ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, വിവാഹിതൻ എന്ന നിബന്ധന ഉണ്ട് ഇവിടെ. വിവാഹിതനായ വ്യഭിചാരി, വിവാഹത്തിലൂടെ ലൈംഗിക ആവശ്യം പൂർത്തിയാക്കാൻ ഹലാലായ മാർഗം അയാൾക്കുണ്ട്. അതുണ്ടായിട്ടും അത് ഉപേക്ഷിച്ച് ഹറാമിലേക്ക് പോകുന്ന വലിയ നന്ദികേടാണ്. അതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. ഇസ്ലാം പറയുന്ന കാര്യമാണ്. അവിവാഹിതരായവർക്ക് ഈ ശിക്ഷ റജം, കല്ലെറിഞ്ഞു കൊല്ലാൻ പാടില്ല. അവരെ നാട് കടത്തുക, അതേപോലെ തന്നെ അവർക്ക് അടിയൊക്കെയാണ് ഇസ്ലാമിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ശിക്ഷയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒരാൾ വ്യഭിചരിച്ചു, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരാൾ വ്യഭിചരിച്ചു, വിവാഹിതനായ ഒരാൾ, 4 ദൃക്സാക്ഷികളുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക? അയാൾ തെറ്റ് ചെയ്തു എന്ന് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ഈ ശിക്ഷ നൽകാം. അതല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. തെരഞ്ഞുപിടിച്ച് സ്വകാര്യതകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരാവശ്യമില്ല. ഇനി ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ്, ഇസ്ലാമിക ഭരണകൂടമാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ നാട്ടുകാരെല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലലല്ല, അത് പാടില്ല. ഭരണകൂടമാണ് എന്ത് ചെയ്യേണ്ടത്? ശിക്ഷ നടപ്പിലാക്കേണ്ടത്. അത് പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ വിഭാഗം അന്നഫ്സു ബിൻ നഫ്സ്, കൊലപാതകിയാണ്. പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലെ ശിക്ഷാ നിയമങ്ങൾ ഇവിടെ വരണം എങ്കിൽ ഈ നാട് നന്നാകുമെന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? തെറ്റ് ചെയ്ത ഒരാളെ കൊന്നാൽ അയാൾ എന്ത് ചെയ്യുക? ഒരു കൊലപാതകി, ഒരു മനുഷ്യൻ വേറൊരാളെ കൊന്നാൽ അയാളെ കൊല്ലണം. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അത് വലിയ താക്കീതാണ്. ഒരാളെ അന്യായമായി വധിച്ചവനെ പകരമായി കൊണ്ട് എന്ത് ചെയ്യണം? വധിക്കുക. അതാണ് ഖിസാസ്, പ്രതിക്രിയ എന്ന് പറയും. പ്രതികാരമല്ല, പ്രതിക്രിയയാണത്. ഇത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. എന്താ സംശയം അതിൽ? കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കാൻ സഹായിക്കും. ഇന്ന് ലോകത്ത് കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും പ്രതികൾ, കുറ്റവാളികളായ ആളുകൾ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്ന്, ജീവൻ്റെ വില. ഒരാളെ കൊല്ലുന്നത് മനുഷ്യകുലത്തെയാകെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം. ഖിസാസ് നടപ്പിലാക്കുന്നതിലൂടെ ഒരു ജീവൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കുകയാണ്. അതാണ് ഇസ്ലാമിലെ ഈ ശിക്ഷയുടെ പ്രാധാന്യം. പ്രതികാരം തടയുക, അത് ഈ ഒരു ശിക്ഷാവിധിയുടെ ഒരു താല്പര്യമാണ്. ഇപ്പം ഒരു കുടുംബത്തിൽ ഒരാളെ കൊന്നാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് വലിയ പ്രതികാരം ഉണ്ടാകും. അവിടെ ആ കുറ്റവാളിയെ പിടികൂടുകയും ആ കുറ്റവാളിയുടെ തെറ്റ് ബോധ്യപ്പെട്ടാൽ അയാൾ കുറ്റക്കാരെന്ന് മനസ്സിലായാൽ അയാളെ വധിക്കുന്നതിലൂടെ പ്രതിക്രിയ നടക്കുകയാണ്. അപ്പോൾ പ്രതികാരം എന്ത് ചെയ്യും? കുറയും. പ്രതികാരത്തെ കുറക്കാൻ പറ്റും. അള്ളാഹു പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. എന്താ അള്ളാഹു പറയും? ബുദ്ധിമാന്മാരെ, ഖിസാസ് നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ്. ഖിസാസ് നടപ്പാക്കുന്നതിൽ
ജീവിതമുണ്ട്. ഇതാണ് അള്ളാഹു പറഞ്ഞത്. വധശിക്ഷയുണ്ടെന്ന ബോധം ഒരാളെ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കും, പരമാവധി എന്ത് ചെയ്യും, വേറിട്ട് നിൽക്കും. ഈ മേഖലയിലും വിമർശകർ പലതും പറയാറുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ക്രൂരതയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ തെറ്റായ വിധിയാണ്, വിധികൾ തെറ്റിയാലുള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യൻ അയാൾ കൊന്നു, അയാൾക്ക് തിരുത്താൻ അവസരമില്ല. അങ്ങനെ പല വാദങ്ങളും പല ആക്ഷേപങ്ങളും ആളുകൾ ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ വസ്തുതകൾ, ഇപ്പം ഒരു മനുഷ്യൻ ഒരാൾ കൊന്നു, വേറൊരാളെ കൊന്നു, അങ്ങനെയാണെങ്കിൽ അയാളെ ഇസ്ലാമിക നിയമപ്രകാരം അയാൾ എന്ത് ചെയ്യുക, തലവെട്ടാം, അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാം. എന്നാൽ അവിടെ ഒരുപാട് സംവിധാനമുണ്ട്. അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളുണ്ട്. രക്ഷപ്പെടാൻ ഉദ്ദേശം എന്താ? അയാൾക്ക് ദിയ നൽകാം. ഇപ്പം നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ റഹീം എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഇസ്ലാമിക ഭരണകൂടം അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. സൗദി അറേബ്യയിലെ ഭരണകൂടം അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അങ്ങനെ വധശിക്ഷ വിധിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെ കോടതികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടപെട്ട ഒരാളാണ്, അവിടുത്തെ കേസുകളുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചൊരു മനുഷ്യൻ, രണ്ട് തരത്തിലുള്ള വിധിയുണ്ട്. ഒന്ന് ആമൊരു പൊതുവായ വിധി, ഒരു ഇസ്ലാമിക ഭരണകൂടം ആ നാട്ടിൽ ആ നാട് ഭരിക്കുന്ന ആൾക്കാരുടെ ഒരു വിധിയുണ്ട്. രണ്ട് ഖാസായിക്കൊണ്ടുള്ള പ്രത്യേകമായൊരു വിധിയുണ്ട്. ആ പ്രത്യേകമായ വിധി എന്താ? ആ വിധിയിൽ തീർപ്പ് പറയേണ്ടത് പിന്നെ ആരെയാണോ കൊന്നത് അവരുടെ കുടുംബമാണ്. അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് തീരുമാനിക്കാം ഇയാളെ കൊല്ലണോ, ഇയാളെ വെറുതെ വിടണോ, അതോ ഇയാൾക്ക് പിന്നെ എന്താ പറയുക നഷ്ടപരിഹാരം വാങ്ങി വെറുതെ വിടണോ, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതാ കുടുംബത്തിൻ്റെ അധികാരമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ കുടുംബം മാപ്പ് കൊടുത്താൽ പോലും ഭരണകൂടം മാപ്പ് കൊടുക്കൂല. എന്തുകൊണ്ടാണ്? നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ആൾക്കാരാണ് എങ്കിൽ എന്ത് ചെയ്യും, നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഭരണകൂടം എന്ത് ചെയ്യും, ശിക്ഷ വിധിക്കും. ഇവർ മാപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യില്ല, കാര്യമില്ല. അത്രയും ക്രൂരൻ. ഇപ്പം സൗദി അറേബ്യയിൽ തന്നെ ഈ അടുത്ത് നടപ്പിലാക്കിയ ചില ശിക്ഷകളുണ്ട്. ഒരു മലയാളിയുടെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മശരി ഒന്നിലധികം ആളുകളെ, അറബ് വംശജരെ, അറബികളായ ആളുകളെ, ഒന്നിലധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണത്? വളരെ ക്രൂരമായ പിന്നെ വളരെ പൈശാചികമായ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കൊലപാതകിയായ മനുഷ്യൻ അയാളുടെ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കടമയാണ്. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യുക, അയാൾക്ക് വേണ്ടി ഭരണകൂടം തന്നെ സംസാരിക്കും, മാപ്പ് കൊടുക്കാൻ പറയും കുടുംബത്തോട്. എത്രയോ സംഭവങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ടു മുമ്പ് രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമം എന്താണ്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റക്കാരനാണ് 100% ബോധ്യപ്പെട്ടാൽ അവിടെ ഖിസാസ് ഉണ്ട്, അവിടെ പ്രതിക്രിയ ഉണ്ട് എന്നുള്ളതിൽ എന്തില്ല, സംശയമല്ല. മൂന്നാമത്തെ കാര്യം എന്താ? അത്താരിഖു ലിദീനിഹി, മതപരിത്യാഗി. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോയാൽ ഇസ്ലാമിക രാജ്യത്ത് എന്ത് ചെയ്യുക, അയാൾക്ക് വധശിക്ഷ നടപ്പിലാക്കാം. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ പൗരത്വം ഒഴിവാക്കുകയാണ്. ആ നാട് അയാളുടെ പൗരത്വം എന്താ? ആ നാട് ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ ഈ രാജ്യദ്രോഹ കുറ്റം എന്താ? ഈ നാടിൻ്റെ സമാധാനം തകർക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ നമ്മൾ ഇടപെട്ടാൽ എന്ത് ചെയ്യും? രാജ്യദ്രോഹമാണ് അല്ലേ? വലിയ കുറ്റമാണത്. നമ്മുടെ നാട്ടിൽ വധശിക്ഷ എന്നുള്ളത്, തൂക്കിക്കൊല്ലുക എന്നുള്ളത് വളരെ കുറവാണ്, വളരെ ലഘുവാണ്. പക്ഷേ വധശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റമാണെന്ന് രാജ്യദ്രോഹം പോലെയുള്ള പ്രവർത്തികൾ. എന്തുകൊണ്ടാണ്? നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുക. ഇപ്പോൾ ഇസ്ലാമിക ഭരണകൂടം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമാണ് അതിൻ്റെ അടിസ്ഥാനം. ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ആ നാട്ടിലുള്ള ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അവിടെ ഫസാദ് ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ജമാഅത്തിനെ തകർക്കുകയൊക്കെ ചെയ്താൽ അയാൾക്ക് വധശിക്ഷ നൽകാം, അയാളെന്ത് ചെയ്യുക, കൊല്ലാമെന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് നമുക്ക് പറഞ്ഞിരുന്ന പാഠം ഒന്ന് ജീവൻ്റെ പവിത്രതയാണ്. ഒരു അന്യായമായി ഒരാളുടെയും ജീവൻ എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശിക്ഷ വിധിക്കുന്നത് എന്തിനാ? കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കാനല്ല, മറിച്ച് സമൂഹത്തിൻ്റെ നന്മക്കും നീതിക്കും വേണ്ടിയാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് ധാർമ്മികതയാണ്. ലൈംഗിക അരാജകത്വത്തിനെതിരെയുള്ള താക്കീതാണ് ഈ ഹദീസിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അതേപോലെ തന്നെ നീതിബോധം, മറ്റൊരാളെ കൊന്നവന് പകരമായി ശിക്ഷ നൽകുന്നത് ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെന്ത് ചെയ്യുക, ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, കുറ്റകൃത്യങ്ങളിൽ മാറി നിൽക്കുക. ഇനി ഇവിടുന്ന് ഒരാൾ സ്വകാര്യമായി ചെയ്താൽ ആരും അറിഞ്ഞിട്ടില്ല, പടച്ചോ അതൊക്കെ പുറത്തു കൊണ്ടുവരും.
അള്ളാഹു നാളെ പുറത്തു കൊണ്ടുവരും. ഇവിടുന്ന് അല്ലെങ്കിൽ പരലോകത്തെന്ത് ചെയ്യും? ഓരോ തെറ്റ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കണ്ടെത്തും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കണ്ടെത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ, ആ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു ഹദീസുമായി, അടുത്ത ഹദീസുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.